നിന്റെ കുഞ്ഞു പോയ ശേഷം നിനക്ക് കുഞ്ഞില്ലെങ്കിൽ നിന്റെ ആഗ്രഹ സാഫല്യവും ഞാൻ നടത്തിത്തരാം. എന്നാ നാം അങ്ങോട്ട് പൊയ്ക്കോട്ടെ. ചോദിക്കുന്നോണ്ട് ഒന്നും തോന്നരുത്. തോന്നും. ആ, പൈസ എന്തെങ്കിലും വേണോന്നല്ലേ ചോദിക്കാൻ വന്നത്? പറയൂ. അതെ. സ്വാമി ഈ വേഷമൊക്കെ ധരിച്ചാണ് വന്നതെങ്കിലും ഭിക്ഷക്കാരനല്ല കേട്ടോ. അയ്യോ, ഞാൻ അങ്ങനെയൊന്നും. ഹേയ്, എനിക്ക് മനസ്സിലായി. ഞങ്ങളെ പോലുള്ള സ്വാമിമാർ നോട്ടിലേക്ക് സൂക്ഷിച്ചു നോക്കിയാൽ അത് കത്തിപ്പോകും. അങ്ങനെ കത്തിപ്പോകുന്ന നോട്ടിനെ വീണ്ടും പൂർവസ്ഥിതിയിലെത്തിക്കാനും ഞങ്ങൾക്ക് പറ്റും. എന്നുവെച്ചാൽ അന്ന് അന്തരീക്ഷത്തിൽ നിന്നും ഭസ്മമെടുത്തതുപോലെ നോട്ടെടുക്കാനും ഞങ്ങൾക്ക് വലിയ പ്രയാസമില്ല എന്നാ പറഞ്ഞത്. പക്ഷേ ഞങ്ങളെപ്പോലുള്ള സിദ്ധന്മാർ അത് ചെയ്യാറില്ല. കുറെ പണം അന്തരീക്ഷത്തിൽ നിന്ന് എടുത്തിട്ട് സുഖിച്ച് ജീവിക്കാനല്ലല്ലോ സർവശക്തനായ ഭഗവാൻ ഞങ്ങളെ ഈ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത്. സാധാരണ മനുഷ്യനാണ് പണത്തോടും ഭക്ഷണത്തോടുമൊക്കെ കമ്പമുള്ളത്. ഞങ്ങൾ അതൊക്കെ വെടിഞ്ഞ് അതിനെയൊക്കെ അതിജീവിച്ച് മറന്നു ജീവിക്കുന്നവരാ. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ ഇടയ്ക്ക് വരാം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഹരി ഓം, ഹരി ഓം, ഹരി ഓം. ഒരു വല്ലാത്ത ചൈതന്യം തന്നെ അല്ലേ ലേഖേ? അതെ അതെ. ഇനിയിപ്പോ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. സർവം മായ. ഇത്തവണ എന്തായാലും ആ മുരടന്റെ പഴി കേൾക്കേണ്ടി വരില്ല. കിട്ടുന്ന കാശുകൊണ്ട് തമിഴ്നാട് മൊത്തം ഒന്ന് കറങ്ങണം. ആദ്യം ബാർബർ ഷോപ്പിൽ പോയി താടി മുടിയുമൊക്കെ ഒന്ന് വടിക്കാം. ചേടാ, നല്ല വെയിലാണല്ലോ. പിന്നെ എവിടെന്നാ ഈ മഴത്തുള്ളി വീഴുന്നത്? ഇതെന്ത് മറിമായമാ? നട്ടുച്ചയ്ക്ക് സൂര്യൻ വിയർക്കുന്നു. കണ്ണിലൊരു നീറ്റലുണ്ടല്ലോ. ചേടാ, അതിനിടയിൽ നേരെ ഇരുട്ടിയോ? അതോ ഇനി മഴക്കോളാണോ? എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ലല്ലോ. നല്ല ചൂടുണ്ട്. എന്താ പറ്റിയത്? അയ്യോ, എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല. അയ്യോ, എന്റെ വയറൊക്കെ എരിയാണല്ലോ.
വെള്ളം വെള്ളം കണ്ണ് കണ്ടൂടാ അയ്യോ